5 ദിവസമായി തുടരുന്ന ആക്രമണത്തിൽ ഇറാനിലെ മരണസംഖ്യ 1000 കടന്നു. സംഘർഷം ലഘൂകരിക്കാനുള്ള മധ്യസ്ഥ നീക്കത്തിന്റെ ഭാഗമായി ചൈനീസ് പ്രത്യേക സംഘം ഗൾഫിലെത്തും. ഇന്ത്യൻ സമുദ്രത്തിൽ നങ്കൂരമിട്ട ഇറാന്റെ യുദ്ധക്കപ്പൽ അമേരിക്ക ആണവ മുങ്ങിക്കപ്പൽ ഉപയോഗിച്ച് തകർത്തു. 87 നാവികരുടെ മൃതദേഹം കണ്ടെടുത്തതായി ശ്രീലങ്ക അറിയിച്ചു. ഇറാൻ അയച്ച ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധിച്ചതായി തുർക്കി വ്യക്തമാക്കി. നടപടിയിൽ തുർക്കി കനത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. MC നാസർ വിശദാംശങ്ങളുമായി ദുബായിൽ നിന്ന്. MC, അതിസങ്കീർണവും അങ്ങേയറ്റം ആശങ്കാജനകവുമായ സാഹചര്യം ഈ 5ാം നാളിലും നിലനിൽക്കുന്നു. പ്രത്യേകിച്ചും ഇറാന്റെ സൈനിക കപ്പൽ, വിമാനവാഹിനി കപ്പൽ ഉപയോഗിച്ച് തകർത്തിരിക്കുന്നു. 87 നാവികർ അതിനകത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ആശങ്കാജനകമായ റിപ്പോർട്ടാണ്. എല്ലാ അന്താരാഷ്ട്ര മര്യാദകളെയും ലംഘിക്കുന്ന ഒരു ആക്രമണം കൂടിയാണ് അമേരിക്ക ഇതുവഴി നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിൻ്റെ ഒരു പ്രതികരണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നമുക്ക് ഈ കപ്പൽ തകർത്തത് വെച്ച് തുടങ്ങാം. അപ്പോൾ ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നു അമേരിക്ക. എത്ര വലിയൊരു നഷ്ടവും നാശവുമാണ് ഇറാൻ സൈഡിൽ നിന്ന് ഇതുണ്ടാക്കുന്നത്? ഇറാന്റെ ഔദ്യോഗിക പ്രതികരണമെങ്കിലും ഇത് സംബന്ധിച്ച് വന്നിട്ടുണ്ടോ ഇതുവരെ? സൈഫുദ്ദീൻ, ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. ഇന്നിപ്പം വൈകിട്ട് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി നടത്തിയിരിക്കുന്ന പ്രതികരണത്തിലാണ് ഈ കപ്പൽ തകർത്ത വിവരം വെളിപ്പെടുത്തുന്നത്. ഇന്നലെയാണ് ഈ ആക്രമണ സംഭവം ഇന്ത്യൻ സമുദ്രത്തിൽ ഉണ്ടാകുന്നത്. ശ്രീലങ്കൻ തീരത്തോട് ചേർന്ന് നങ്കൂരമിട്ട ഇറാൻ കപ്പലിന് നേരെയാണ് ആണവ മുങ്ങിക്കപ്പൽ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക ആക്രമണം നടത്തിയതും ഏതാണ്ട് 87 പേരുടെ മരണം സ്ഥിരീകരിച്ചതായിട്ടാണ് ശ്രീലങ്ക അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ പരിക്കേറ്റ 32 പേരെ ശ്രീലങ്കയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു രാജ്യത്തിൻ്റെ യുദ്ധക്കപ്പൽ ഈ വിധത്തിൽ അമേരിക്ക തകർക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. സ്വാഭാവികമായിട്ടും ഈ നാവികസേനയ്ക്കെതിരെ അതിശക്തമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് ഇന്നലെ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതോടൊപ്പം തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഒക്കെ വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്കായിരിക്കണം ഈ നാവികസേന, ഇറാന്റെ നാവികസേനയെ കൂടി അതിൻ്റെ സൈനിക ശേഷി ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി നീക്കം നടക്കുന്നത്. കാരണം ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി, ആണവ പദ്ധതി, ഇതിനെതിരെ ആക്രമണം നടക്കുന്നതോടൊപ്പം തന്നെ തങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നായിട്ട് അമേരിക്ക കണ്ടിരുന്നത് ഇറാന്റെ ഈ നാവിക മേഖലയിലുള്ള അവരുടെ മേധാവിത്വമാണ്. ഹോർമുസ് കടലിടുക്കിലും മറ്റും അതിശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യം ഇറാനുണ്ട്. പക്ഷേ ആ വഴിക്ക് പോകുന്ന കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കാൻ തങ്ങൾ പ്രത്യേക യുദ്ധക്കപ്പലുകൾ അയക്കുമെന്ന് ഇന്നലെ തന്നെ അമേരിക്ക വ്യക്തമാക്കിയിരുന്നു. അപ്പം ഈ മേഖലയിൽ ആ അർത്ഥത്തിലുള്ള ഒരു പ്രതിസന്ധി, സംഘർഷം കൂടുന്ന